അടിമാലി ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞുണ്ടായ മേഖലയിൽ സംയുക്ത സംഘം പരിശോധന നടത്തി. ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. റവന്യൂ, ജിയോളജി, സോയിൽ, ദുരന്ത നിവാരണ വിഭാഗങ്ങളാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ജീനസ് രാജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം അടിമാലിയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിന്റെ പൊട്ടി വന്ന ഭാഗത്തിന് സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇത് കൃഷിയിടമാണ്. ആ കൃഷിയിടത്തിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമായി കാണാനും കഴിയും. വിള്ളൽ ഇവിടെ കണ്ടതിന് ശേഷമാണ് താഴത്ത് താമസിക്കുന്ന ആളുകളോട് മാറി താമസിക്കാൻ പറഞ്ഞത്. ഇപ്പൊ കാണുന്ന പോലെ തന്നെ ആ മുകൾ ഭാഗത്ത് ഇതേപോലെ തന്നെ ഇങ്ങനെ ഈ നീളത്തിൽ തന്നെ ഇത് അന്ന് ആ ഭാഗത്ത് ശരിക്കും റൗണ്ടിലുള്ള വിള്ളലാണ്. ഇതുപോലെ ചെറിയ വിള്ളലല്ല, അവിടെ വലിയ റൗണ്ടിലുള്ള വിള്ളൽ ഇറങ്ങി ആ മണ്ണിങ്ങനെ ഇറങ്ങിപ്പോയ വിള്ളലാണ് നമ്മൾ കണ്ടത്. അതിന്റെ അടിസ്ഥാനത്താണ് നമ്മൾ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചത്. അപ്പോൾ ശരിക്കും താഴെയുള്ളവർക്ക് ഒരിക്കലും സുരക്ഷിതമായ ഒരു സ്റ്റേ അല്ല ഇപ്പോൾ നിലവിലുള്ള. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ആശങ്ക തന്നെ ഇപ്പോഴും ഉണ്ട്. ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിലുള്ള ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇടിഞ്ഞു നിൽക്കുന്നതും ഇടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ബന്ധപ്പെട്ട എക്സ്പെർട്ടുകൾ ഇന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. 2 ദിവസത്തിനകം ഇതിനൊരു പ്രാഥമിക റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് കൊടുക്കാൻ നിർദ്ദേശമുണ്ട്. ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തും ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം ഇതിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ കടന്നു പോകേണ്ട സമയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അടിമാലിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.